ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റ് സെക്കൻഡ് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സെക്കൻഡ് മോഡ്യൂളിൻ്റെ സിലബസാണ് ഈ കൊടുത്തിട്ടുള്ളത്. വളരെ കുറച്ച് ടോപ്പിക്സേ ഉള്ളൂ. ഉള്ള ടോപ്പിക്സ് തന്നെ വളരെ ഗ്യാസാണെന്ന് പറയാം. അതുകൊണ്ട് പഠിപ്പിക്കേണ്ട തന്നെ ആവശ്യമില്ല. പെട്ടി മാത്രം പറഞ്ഞാൽ മതി. അപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഗ്യാസ് അടിച്ച് കയറ്റാനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും. അത്രത്തോളം സിമ്പിളായിട്ടുള്ള ഒരു മോഡ്യൂളാണെന്ന് പറയാം. അപ്പോൾ ഈ മോഡ്യൂൾ തന്നെ അവസാനത്തെ കുറച്ച് ടോപ്പിക്സ് നിങ്ങൾ നോക്കുക. ഈ കൺസെപ്റ്റ് ഓഫ് 5S, 6 സിഗ്മ, ലീന്, കൈസൺ, ഇങ്ങനത്തെ കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. ഈ 6 സിഗ്മ മാത്രം നിങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ബാക്കിയുള്ള ഈ കൺസെപ്റ്റ് ഓഫ് 5Sഉം ലീനും കൈസണും എല്ലാം നിങ്ങൾ ആൾറെഡി പഠിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ എന്തായിരുന്നാലും അത് ഞാൻ ഇതിൻ്റെ എടുത്ത് തരേണ്ട ആവശ്യമില്ലല്ലോ. 5S ഒക്കെ നിങ്ങൾ കഴിഞ്ഞ സെമസ്റ്ററിൽ സേഫ്റ്റിയിലൊക്കെ പഠിച്ചതാണ്. കൈസണും ലീനും എല്ലാം മെഷീൻ ടൂൾസിലോ മാനുഫാക്ചറിങ് അങ്ങനത്തെ ഏതെങ്കിലും സബ്ജക്റ്റിലൊക്കെ നിങ്ങൾ പഠിച്ച് കാണണം. അതുകൊണ്ട് ഈ കുറച്ച് ടോപ്പിക്സ് ഞാൻ എടുക്കുന്നില്ല എന്ന് പറയാം. നിങ്ങൾ ആൾറെഡി പഠിച്ചതായതുകൊണ്ട്. എന്താണെന്നാലും അതെല്ലാം എസ്എ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പിന്നെ അതിന് മുന്നേ ഉള്ള ഈ ടോപ്പിക്കിൽ ഈ കോസ്റ്റ് ഓഫ് ക്വാളിറ്റി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ക്വാളിറ്റി ഫംഗ്ഷൻ ഡിപ്ലോയ്മെൻറ്റ് എല്ലാം ഗ്യാസാണ്. എന്നാലും നമുക്ക് അത് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോകാം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ സ്ട്രാറ്റജിക് ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു സംഭവം, പിന്നെ ഈ സപ്ലയേഴ്സൊക്കെ, അതൊന്നുമില്ല, വെറുതെ ഹെഡിങ് മാത്രം കണ്ടാൽ മതി, ബാക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത്. അപ്പോൾ സ്ട്രാറ്റജിക് ക്വാളിറ്റി മാനേജ്മെൻറ്റ് അത് അതിൻ്റെ ബേസാണ്, ഈ മോഡലിൻ്റെ ബേസാണ്. പിന്നെ ഒബ്സ്റ്റക്കിൾസ് ടു അച്ചീവിങ് സക്സസ്ഫുൾ സ്ട്രാറ്റജിക് ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്നതിൻ്റെ അതൊരു എസ്എ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, വെറും കേസാണ്. അപ്പോൾ അത് നമ്മൾ ഈ വീഡിയോയിൽ നോക്കും. അപ്പോൾ ആദ്യം എന്താണ് ഈ സ്ട്രാറ്റജിക് ക്വാളിറ്റി പ്ലാനിങ് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ സ്ട്രാറ്റജിക് ക്വാളിറ്റി പ്ലാനിങ് എന്ന് പറഞ്ഞാൽ അതിന് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു പ്ലാനിങ് മെത്തേഡാണ്. ഈ സ്ട്രാറ്റജിക് ക്വാളിറ്റി പ്ലാനിങ് എന്നൊക്കെ പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കമ്പനി ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് മൊത്തത്തിൽ അതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ലോങ് ടേം സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യേണ്ടത്, അതിനാണ് സ്ട്രാറ്റജിക് ക്വാളിറ്റി പ്ലാനിങ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു പർട്ടിക്കുലർ പ്രോഡക്റ്റിനെ മാത്രം ഫോക്കസ് ചെയ്തുള്ള പ്ലാനിങ് പ്രോസസ്സ് അല്ല. ഇത് ആ കമ്പനിയുടെ മൊത്തം പ്രോഡക്ട്സിന് കോമൺ ആയിട്ട്, ജനറലായിട്ട് അതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നതിനെ പറ്റിയുള്ള പ്ലാനിങ് പ്രോസസ്സാണ്. അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു ലോങ് ടേം പ്രോസസ്സാണ്. അല്ലാതെ അടുത്തൊരു വർഷത്തേക്കുള്ള, അല്ലെങ്കിൽ അടുത്ത 6 മാസത്തേക്കോ, അല്ലെങ്കിൽ അടുത്ത ഒരാഴ്ചത്തേക്കുള്ള പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രോസസ്സല്ല, ഒരു ലോങ് ടേം പ്രോസസ്സാണ്. അടുത്തൊരു 10 വർഷം കൊണ്ട് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എല്ലാം ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള അത്രത്തോളം ഒരു ലോങ് ടൈം ഒരു കൺസെപ്റ്റ് വെച്ചിട്ടുള്ള പ്ലാനിങ് പ്രോസസ്സാണ്. അപ്പോൾ ഇത് ബേസിക്കലി ടോപ്പ് മാനേജ്മെൻറ്റാണ് ഈ ഒരു പ്ലാനിങ് പ്രോസസ്സ് ചെയ്യുന്നത്. അല്ലാതെ അവിടുത്തെ വർക്കേഴ്സോ സ്റ്റാഫുകളോ സാധാരണ മാനേജേഴ്സോ ഒന്നുമല്ല. കമ്പനി ലെവലിൽ, ഓർഗനൈസേഷൻ ലെവലിൽ അവർ എടുക്കേണ്ട കുറച്ച് പ്ലാനിങ് ആക്ടിവിറ്റീസാണ്. ഇതാണ് സ്ട്രാറ്റജിക് ക്വാളിറ്റി പ്ലാനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കാം. എന്താണെങ്കിലും ഗ്യാസ് തന്നെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജിക് ക്വാളിറ്റി പ്ലാനിങ് എന്താണെന്ന് നമുക്ക് പഠിക്കണം. പിന്നെ അതിൻ്റെ കൂടെ വരുന്നതാണ് ഈ ഒരു എസ്എ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം, സ്റ്റെപ്സ് ടു സ്ട്രാറ്റജിക് ക്വാളിറ്റി പ്ലാനിങ്. ആ സ്ട്രാറ്റജിക് ക്വാളിറ്റി പ്ലാനിങ് എന്ന് പറയുന്ന പ്ലാനിങ് പ്രോസസ്സ്, അത് ചെയ്യേണ്ട പല പല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള സംഭവം എന്തൊക്കെയാണ്. അപ്പോൾ ഇതിലൊരു 7 സ്റ്റെപ്പ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു 7 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, സിമ്പിളായിട്ട് ആ കാര്യങ്ങൾ, ബേസിക് ഐഡിയ എന്താണെന്ന്, ബേസിക് കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ് പോവാം. ആദ്യത്തേത് കസ്റ്റമർ നീഡ്സ്. നമ്മുടെ ഈ ക്വാളിറ്റി എന്ന് പറയുന്ന സംഭവം തന്നെ കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ബേസ് ചെയ്താണ് ഇരിക്കുന്നത്. എന്ത് പ്രോഡക്റ്റ് ആയിരുന്നാലും കസ്റ്റമർ അതിൽ നിന്ന് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത് ആ പ്രോഡക്റ്റിന് നൽകാൻ സാധിക്കുക, എന്നാൽ മാത്രമേ ആ പ്രോഡക്റ്റിന് ക്വാളിറ്റി ഉള്ളൂ എന്ന് നമ്മൾ പറയുകയുള്ളൂ. അപ്പം ഈ കസ്റ്റമർ ഒരു പ്രോഡക്റ്റിന് ക്വാളിറ്റി ഉണ്ട് എന്ന് പറയണമെങ്കിൽ കസ്റ്റമറിൻ്റെ നീഡ്സ് എന്തൊക്കെയാണ്, അവരുടെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നതിനെ പറ്റി ഒരു ഐഡിയ കമ്പനിക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി കസ്റ്റമറിൻ്റെ നീഡ്സ് എന്തൊക്കെയാണ് ആദ്യം കമ്പനി മനസ്സിലാക്കുക, എന്നാൽ മാത്രമേ ആ നീഡ്സ് ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ ആ കമ്പനിക്ക് പ്രോഡക്റ്റ്സ് ഇറക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ നീഡ്സ് ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ പ്രോഡക്റ്റ്സ് ഇറക്കുമ്പോൾ മാത്രമേ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കസ്റ്റമർ സാറ്റിസ്ഫൈ ആവുകയും പ്രോഡക്റ്റിന് ക്വാളിറ്റി ഉണ്ട് എന്ന് കസ്റ്റമർ പറയുകയുള്ളൂ. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കസ്റ്റമറിൻ്റെ നീഡ്സ് എന്തൊക്കെയാണ്, അവർ വാണ്ട്സ് എന്തൊക്കെയാണ്, ഒരു പ്രോഡക്റ്റിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആദ്യം കളക്ട് ചെയ്യണം. അത് ആദ്യത്തെ സ്റ്റെപ്പ്. അതാണ് സ്ട്രാറ്റജിക് ക്വാളിറ്റി പ്ലാനിങ്ങിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ പൊസിഷനിങ് ആണ്. ഈ കസ്റ്റമർ പൊസിഷനിങ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ കസ്റ്റമർ പ്രോഡക്ട്സ് വാങ്ങിക്കാൻ ഉദ്ദേശിച്ച കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ പല പല കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അല്ല ഒരു പർട്ടിക്കുലർ രീതിയിൽ കാറ്റഗറിയിലുള്ള ആൾക്കാർ മാത്രമായിരിക്കത്തില്ല ആ കമ്പനിയുടെ പ്രോഡക്ട്സ് വാങ്ങിക്കുന്നത്. പല പല കാറ്റഗറിയിലുള്ള പല പല സെഗ്മെൻറ്റിലുള്ള കസ്റ്റമേഴ്സിന് പ്രോഡക്റ്റ് വാങ്ങിക്കാം.
അപ്പോൾ ഈ കസ്റ്റമേഴ്സിനെല്ലാം പല പല സെഗ്മെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ മാത്രമേ അവർക്ക് ഓരോ കാറ്റഗറിയിലുള്ള കസ്റ്റമറിനെ ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ പ്രോഡക്റ്റ്സ് ഇറക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഫാമിലിക്ക് ഒരു വെഹിക്കിൾ വേണം. അപ്പോൾ ഈ ഫാമിലിയുടെ ആവശ്യം എന്തെന്ന് പറഞ്ഞാൽ ആ ഫാമിലി ഒരു 6-7 പേരുണ്ട്. അങ്ങനെ കുറച്ച് വലിയ ഫാമിലിയാണ്. നമ്മൾ സാധാരണ ഫാമിലി എന്ന് പറഞ്ഞാൽ 2 പേര് അല്ലെങ്കിൽ 3 പേര് അല്ലെങ്കിൽ 4 പേരൊക്കെ ആയിരിക്കും സാധാരണ ഫാമിലി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ. പക്ഷേ ഇവരൊരു 6-7 പേരുണ്ടെന്ന് കരുതുന്നത്. 6-7 പേരുള്ള ഒരു ഫാമിലിയാണ്. അവർക്ക് സഞ്ചരിക്കാൻ, എല്ലാവർക്കുമായിട്ട് സഞ്ചരിക്കാനുള്ള ഒരു വെഹിക്കിൾ മതി. അപ്പം അവർ നോക്കുമ്പോൾ മഹേന്ദ്രയുടെ മരാസോ എന്ന് പറയുന്ന വെഹിക്കിൾ, അതിന് വലിയ കോസ്റ്റില്ല, നമ്മുടെ ഇന്നോവയുടെ അത്ര സൈസൊക്കെയുള്ള ഒരു വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. ഇപ്പോൾ വലിയ സെയിൽസ് ഒന്നും ഇല്ലായിരുന്നു, നല്ല വണ്ടിയാണ്. വലിയ റേറ്റും ആവത്തില്ല, ഇന്നോവയുടെ പകുതി വരെ പോലും ഇല്ല എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനത്തെ ഒരു വണ്ടി നോക്കാനായിട്ട് മഹേന്ദ്രയുടെ ഷോറൂമിലോട്ട് വരുന്നു. അവിടുത്തെ സെയിൽസ് മാനേജർ ഇവർ കണ്ട ഉടനെ അങ്ങനെ ചിലപ്പോൾ അവൻ്റെ ടാർഗറ്റ് ഫില്ലാകാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അവരെ കൊണ്ട് താർ എന്ന് പറയുന്ന മോഡൽ അവരെ കൊണ്ട് എടുപ്പിക്കുന്നതെന്ന് കരുതുക. അപ്പോൾ അതായത് ഇവർ വന്നത് ഒരു 6-7 പേർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു വെഹിക്കിൾ നോക്കിയാണ്. പക്ഷെ അതേസമയം താർ എന്ന് പറയുന്ന ഒരു വെഹിക്കിൾ മോഡൽ അവരെ കൊണ്ട് അടിച്ചേൽപ്പിച്ചു, അവരെ കൊണ്ട് നിർബന്ധിച്ച് എടുപ്പിച്ചു. ഈ താറെന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ മരാസോയെക്കാളും സെയിൽസ് ഉള്ള ഒരു വെഹിക്കിളാണ്. മരാസോയെക്കാളും ട്രെൻഡി ആയിട്ടുള്ള, ക്വാളിറ്റിയുള്ള, സേഫ്റ്റിയും കൂടുതലുള്ള നല്ലൊരു വണ്ടിയാണ് താർ എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ഈ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചുള്ള ഒരു കസ്റ്റമർ താറാണ് അവരെങ്ങനെയോ വാങ്ങിച്ചു, എങ്ങനെയോ അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് അവരെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണ് സെയിൽസിന്. അപ്പോൾ ഇവർ ഈ താർ എന്ന് പറയുന്ന വെഹിക്കിൾ ആക്ച്വലി ബെറ്റർ ക്വാളിറ്റിയുള്ള, മരാസോയെക്കാളും ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാം. ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നതെങ്കിൽ അവരത് കംപ്ലീറ്റ്ലി ഡിസാറ്റിസ്ഫൈഡ് ആയിരിക്കും ആ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത്. കാരണം അവരുടെ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വേറെയാണ്. താർ എന്ന് പറയുന്ന വെഹിക്കിൾ ഒരു പർട്ടിക്കുലർ സെഗ്മെൻറ്റ് ഓഫ് കസ്റ്റമേഴ്സിന് ഉദ്ദേശിച്ചിറങ്ങുന്ന പ്രോഡക്റ്റാണ്. അത് ഇങ്ങനെ 6-7 പേർ സഞ്ചരിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ആ ഒരു പ്രിഫറൻസ് കൊണ്ടുവരുന്ന കസ്റ്റമർ കാറ്റഗറിയിലുള്ള കസ്റ്റമറിന് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വെഹിക്കിളല്ല താർ എന്ന് പറയുന്നത്. താർ എന്ന് പറയുന്നത് ബേസിക്കലി 2 പേർക്ക് സഞ്ചരിക്കാനുള്ള ഓഫ് റോഡ് കണ്ടീഷനിലൊക്കെ കുറച്ച് സ്റ്റൈലിഷായി ട്രെൻഡി ആയിട്ടുള്ള വെഹിക്കിളാണെന്നൊക്കെ പറയാം. അപ്പോൾ ഓരോ പ്രോഡക്റ്റിനും അവർ ആ പ്രോഡക്റ്റ് ഫോക്കസ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ കാറ്റഗറിയോ കസ്റ്റമേഴ്സിനായിരിക്കും. അപ്പോൾ ആ കസ്റ്റമറിൻ്റെ കാറ്റഗറി ഏതെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഓരോ പ്രോഡക്റ്റും ആ കാറ്റഗറിയിലോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് ഈ കസ്റ്റമർ പൊസിഷനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല പ്രോഡക്റ്റ് ആണ് എങ്കിൽ പോലും തെറ്റായിട്ടുള്ള കസ്റ്റമറുടെ കയ്യിലോട്ടാണ് പോകുന്നതെങ്കിൽ ആ പ്രോഡക്റ്റിന് ക്വാളിറ്റി ഇല്ല എന്നുള്ള രീതിയിലുള്ള അപ്രോച്ച് ആയിരിക്കും കൊണ്ടാണ് കസ്റ്റമർ സാറ്റിസ്ഫൈ ആവത്തില്ലാത്ത അവസ്ഥ വരും. എന്തായിരുന്നല്ലോ, അപ്പോൾ ഇതാണ് കസ്റ്റമർ പൊസിഷനിങ് എന്ന് പറയുന്നത്. ഓരോ കസ്റ്റമറിനും ഓരോ പ്രിഫറൻസ് ഉണ്ട്. ആ പ്രിഫറൻസ് ബേസ് ചെയ്ത് നമ്മൾ കസ്റ്റമറിനെ പല പല കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ആ കാറ്റഗറിയിൽ ഫുൾഫിൽ ചെയ്യുന്ന രീതിയിലുള്ള പ്രോഡക്റ്റ്സ് നമുക്ക് ഇറങ്ങാനും പറ്റും. അതാണ് കസ്റ്റമർ പൊസിഷനിങ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പാണ് പ്രെഡിക്റ്റ് ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അതായത് ഈ പ്രോഡക്റ്റ്സ് ഇറക്കുന്നത് നമുക്ക് ഈ അടുത്ത ഒരു മാസത്തെ ട്രെൻഡ് വെച്ചോ അല്ലെങ്കിൽ അടുത്ത ഒരു വർഷത്തെ കസ്റ്റമറിൻ്റെ പ്രിഫറൻസ് വെച്ചോ അല്ല, ഫ്യൂച്ചറിൽ ആ പ്രോഡക്റ്റിന് എന്തൊക്കെ മാറ്റങ്ങൾ വരാം, ഫ്യൂച്ചറിൽ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന കസ്റ്റമറിൻ്റെ പ്രിഫറൻസ് എന്തൊക്കെ മാറ്റങ്ങൾ വരാം, അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഫീച്ചേഴ്സിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടുതലെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഒരു പ്രോഡക്റ്റ് ഇറക്കേണ്ടത്. കാരണം ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഇറക്കിയിട്ട് പിന്നെ അതങ്ങ് നിർത്തി വെക്കേണ്ട പ്രോഡക്റ്റ് അല്ലേ. ഇപ്പം നമ്മുടെ ഓട്ടോമൊബൈൽസിൻ്റെ കാര്യം തന്നെ എടുക്കാം. അത് സെയിം മോഡൽ തന്നെ 10-15 വർഷം യൂസ് അത് ഇറക്കുന്നുണ്ട്. വലിയ മാറ്റങ്ങളൊന്നും വരുത്താതെ ഇറക്കുന്ന മോഡൽസ് പല കമ്പനികൾക്കും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഫ്യൂച്ചറിൽ അവർ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം പ്രോഡക്റ്റ്സ് ഇറക്കാനായിട്ട്. മാത്രമല്ല ഈ ഡാറ്റ വെച്ചിട്ട് അടുത്ത മോഡിഫിക്കേഷൻസും കാലകാലങ്ങളിൽ വരുത്തേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടി ഫ്യൂച്ചറിലുള്ള കാര്യങ്ങളും കൂടെ അവർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് അടുത്ത സ്റ്റെപ്പ്. അത് കഴിഞ്ഞാണ് മെയിനായിട്ട് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ വരുന്നത്. അതിൻ്റെ അകത്ത് വരുന്നതാണ് ഈ ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറയുന്നത്. ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ക്വാളിറ്റിയിൽ നിന്നും നമുക്ക് അതിന് എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് നടത്താം, എന്തൊക്കെ കാര്യങ്ങളിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താം എന്നതിനെ പറ്റിയുള്ള സ്റ്റഡി നമുക്ക് നടത്തണം. അപ്പം ഒരു പ്രോഡക്റ്റിൻ്റെ എല്ലാ കാര്യത്തിലും ക്വാളിറ്റി കുറവുണ്ടായിരിക്കരുത്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയിലായിരിക്കും ക്വാളിറ്റി കുറവുള്ളത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ്, ആ ക്വാളിറ്റിയിലുള്ള ഒരു ഗ്യാപ്പ് അത് മനസ്സിലാക്കുക എന്നതാണ് അടുത്ത മെയിൻ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്ലോസിങ് ദ ഗ്യാപ്പ്. ആ ഒരു ക്വാളിറ്റിയിലുള്ള ആ ഒരു ലാക്ക് ഓഫ് ക്വാളിറ്റി എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം, അതിനെ എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം എന്നതിനെ പറ്റിയുള്ള പ്ലാനിങ് പ്രോസസ്സ്. അതാണ് ഈ ക്ലോസിങ് ദ ഗ്യാപ്പ്. അപ്പം ബേസിക്കലി ഈ സ്ട്രാറ്റജിക് ക്വാളിറ്റി പ്ലാനിങ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ 2 സ്റ്റെപ്പാണ്. ഈ 2 സ്റ്റെപ്പ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ അതിന് മുന്നേ ഉള്ള സ്റ്റെപ്പുകളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ അതിനനുസരിച്ച് ഇത് 2 ശരിയാകത്തുള്ളൂ. ഈ കസ്റ്റമറിൻ്റെ നീഡ്സ് ഒന്നും കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നില്ല എങ്കിൽ ഇവിടെ വന്ന് അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ട് കാശൊക്കെ ഒരുപാട് ചിലവാക്കി ടൈം ഒരുപാട് ചിലവാക്കിയിട്ടൊന്നും കാര്യമില്ല. കസ്റ്റമറിൻ്റെ നീഡ്സ് കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ ശരിയാകത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഈ 2 സ്റ്റെപ്പാണ് ഈ ക്വാളിറ്റി പ്ലാനിങ്ങിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ഇത് ഏറ്റവും അവസാന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റേഷനാണ്. ഈ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പ്രാവർത്തികമാക്കുന്ന സ്റ്റെപ്പാണ്
ഇംപ്ലിമെന്റേഷൻ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ ഇംപ്ലിമെന്റേഷൻ സ്റ്റെപ്പിന് മുന്നേ അലൈൻമെന്റ് എന്ന് പറയുന്ന സ്റ്റെപ്പ് കൂടെയുണ്ട്. അതായത് കമ്പനിയുടെ മിഷൻ എന്താണോ, കമ്പനിയുടെ വാല്യൂ എന്താണോ, കമ്പനിയുടെ ടാർഗറ്റ് എന്താണോ, കമ്പനിയുടെ വിഷൻ എന്താണോ, അതായത് വിഷൻ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ പ്രൊഫഷണൽ എത്തിക്സിൽ പഠിച്ചു കാണുമല്ലോ. അപ്പം ഈ കാര്യങ്ങളുമായിട്ട് ഈ മിഷൻ, ഒരു കമ്പനി ഫോളോ ചെയ്യുന്ന വിഷനും ആ കമ്പനി ഫോളോ ചെയ്യുന്ന മിഷനും എല്ലാം വരുന്ന രീതിയിലായിരിക്കും, അതെല്ലാം ഫോളോ ചെയ്യുന്ന രീതിയിലായിരിക്കും, അല്ലെങ്കിൽ അതെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഈ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസും കൂടെ കൊണ്ടുവരണം. അപ്പം അതാണ് ഈ അലൈൻമെന്റ് എന്ന് പറയുന്നത്. ആ കമ്പനിയുടെ വിഷനും ആ കമ്പനിയുടെ മിഷനുമായിരുന്നില്ല അലൈൻ ചെയ്യണം ഇനി പുതുതായിട്ട് കൊണ്ടുവന്ന ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വരുന്ന പ്രോഗ്രാംസ്. അപ്പോൾ അതും കൂടെ അലൈൻമെന്റ് ആയി കറക്റ്റായിട്ട് ഓക്കെ ആണോ എന്ന് നോക്കിയിട്ടായിരിക്കും അത് ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിലോട്ട് പോകുന്നത്. ഇതാണ് സ്റ്റെപ്പ് 2 സ്ട്രാറ്റജി ക്വാളിറ്റി പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഇത് മേ ബി 4 മാർക്സിനോ അല്ലെങ്കിൽ എക്സൈ ക്വസ്റ്റ്യൻ ആയിട്ടോ ചോദിക്കാം. ഇനി വരുന്നതാണ് ഈ ഒബ്സ്റ്റക്കിൾസ് ടു അച്ചീവിങ് സക്സസ്ഫുൾ ക്വാളിറ്റി പ്ലാനിംഗ്, സ്ട്രാറ്റജി ക്വാളിറ്റി പ്ലാനിംഗ് എന്ന് പറയുന്ന ടോപ്പിക്. അപ്പോൾ ഇതെന്ന് പറയുന്നത് സ്ട്രാറ്റജി ക്വാളിറ്റി പ്ലാനിംഗ് നമ്മൾ തൊട്ട് നേരത്തെ കണ്ട പല പല സ്റ്റെപ്സുള്ള ആ സ്ട്രാറ്റജി ക്വാളിറ്റി പ്ലാനിംഗ് അച്ചീവ് ചെയ്യുന്നതിലുള്ള ഒബ്സ്റ്റക്കിൾസ്, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടാം എന്നതിനെ പറ്റിയാണ് ഇതുള്ളത്. ഇത് മേ ബി 4 മാർക്സിനോ അല്ലെങ്കിൽ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ടോ വേണമെങ്കിൽ ചോദിക്കാൻ പറ്റുന്നതാണ്. 8 പോയിന്റ്സ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും നിൽക്കുന്നില്ല, ജസ്റ്റ് വായിച്ചു പോകാം എന്നേ ഉള്ളൂ. കാരണം പക്ക കേസാണ്. ആദ്യത്തത് പ്രോബ്ലംസ് ഇൻ ഐഡന്റിഫൈയിങ് കസ്റ്റമർ നീഡ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമർ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആ നീഡ്സ് എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ കുഴപ്പമെന്ന് പറഞ്ഞാൽ പല കമ്പനികളും ഈ ഒരു സ്റ്റെപ്പ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനാണ് എഴുതുന്നത്. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത് പുറത്തുള്ള ഏതെങ്കിലും ഏജൻസിക്ക് നൽകുക. അതായത് ഈ മാർക്കറ്റിംഗ് റിസർച്ച് അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ ടേസ്റ്റും പ്രോബ്ലംസും എല്ലാം മനസ്സിലാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന, അതിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന കമ്പനികൾ പുറത്തുണ്ട്. അപ്പോൾ ആ കമ്പനികൾക്കായിരിക്കും ഈ ഒരു വർക്ക് കൊടുക്കുന്നത്. അവരൊരു പക്ഷേ നല്ല രീതിയിൽ ചെയ്ത് ഇൻഫർമേഷൻ തരാതിരിക്കുന്ന ആ ഒരു അവസ്ഥയല്ല ചിലപ്പം വന്നതായിരിക്കും. അവർ ചിലപ്പം കെയർലെസ് ആയിട്ടൊക്കെ ഡീൽ ചെയ്ത് കസ്റ്റമറിൻ്റെ തെറ്റായിട്ടുള്ള നീഡ്സൊക്കെ ആയിരിക്കും അവരവരുടെ ഇവർക്ക് റിപ്പോർട്ടായിട്ടൊക്കെ കൊടുക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഇഷ്യൂസ് ഉണ്ടാകുന്നത്. അപ്പോൾ കസ്റ്റമറിൻ്റെ നീഡ്സ് എന്താണെന്ന് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാതിരിക്കുകയാണെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ അത് ആദ്യത്തെ ഒരു ഒബ്സ്റ്റക്കിളാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് കസ്റ്റമർ നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളത്. രണ്ടാമത് കൺസ്ട്രെയിൻസ് ഇമ്പോസ്ഡ് ബൈ ക്വാളിറ്റി കൾച്ചർ. ഓരോ കമ്പനിയിലും ഓരോ കൾച്ചറാണ് ഫോളോ ചെയ്യുന്നത്, ഓരോരോ രീതികൾ. ഇപ്പോൾ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ തന്നെ ഓരോ കമ്പനിയിലും ഓരോ രീതികളുണ്ട്. പക്ഷേ അതൊന്നും സ്റ്റാൻഡർഡൈസ് ആയിട്ടുള്ള യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള രീതികളൊന്നും ആയിരിക്കത്തില്ലായിരിക്കും. അപ്പം കുറച്ച് സ്റ്റാൻഡർഡൈസ് ആയ സയൻറ്റിഫിക് ആയിട്ടുള്ള ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് എല്ലാം കൊണ്ടുവരുന്ന സമയത്ത് എംപ്ലോയീസ് ചെയ്യുന്നതും അവിടുത്തെ ടോപ്പ് മാനേജേഴ്സിൽ തന്നെ ചിലപ്പോൾ എതിർപ്പുകളുണ്ടായിരിക്കും. കാരണം നമ്മളിപ്പോൾ ഇത്രയും നാൾ ഫോളോ ചെയ്തു തന്ന രീതി ഇതൊന്നും അല്ലല്ലോ, സയൻറ്റിഫിക് ആയിട്ടുള്ള ടെക്നിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ അവർ കുറച്ച് റെസ്ട്രിക്ഷൻ, അവർ ചേഞ്ച് ചെയ്യാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് അവർ ചിലപ്പോൾ കാണിച്ചു തരും. അതാണ് ഈ കൺസ്ട്രെയിൻസ് ഇമ്പോസ്ഡ് ബൈ ക്വാളിറ്റി കൾച്ചർ എന്ന് പറയുന്നത്. അതുവരെ ഫോളോ ചെയ്ത കൾച്ചറിൽ നിന്ന് മാറി പുതിയ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ ആക്ടിവിറ്റീസ് എല്ലാം കൊണ്ടുവരും. ഒരു ഓപ്പോസിറ്റ് ഒരു റെസിസ്റ്റൻസ് ടു ചേഞ്ച് അവരുടെ എംപ്ലോയീസിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. അത് പിന്നുള്ളതാണ് ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് പ്രോഗ്രാംസ് നടപ്പിലാക്കുമ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമറിൻ്റെ അവിടുത്തെ എംപ്ലോയീസിൻ്റെ ട്രസ്റ്റാണ് ആദ്യം എടുക്കുന്നത്. കാരണം എംപ്ലോയീസിൻ്റെ കമ്മിറ്റ്മെൻറ്റാണ് ആദ്യം വേണ്ടത്. പക്ഷേ ഇവരായിട്ട് അഭിപ്രായം ചോദിക്കുകയോ എന്തിനാണ് നമ്മൾ ഈ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് പ്രോഗ്രാംസ് എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് പറയുകയോ ഒന്നും ചെയ്യാതെ തന്നെ അങ്ങ് അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ഇനിയാണ് ഇന്ന കാര്യമാണ് ചെയ്യാൻ പോകുന്നത്, നിങ്ങളതെല്ലാം ഫോളോ ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു ഓട്ടോക്രാറ്റിക് മൈൻഡിലായിരിക്കും ചില ടോപ്പ് മാനേജറിൽ ഇത് കാര്യങ്ങളെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു നെഗറ്റീവ് ഇൻഫ്ലുവൻസിൽ വരാൻ സാധ്യതയുണ്ട്. അതാണ് ഈ ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇത് ശരിയായിട്ടുള്ള ഒരു രീതിയിൽ, ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള രീതിയിലല്ല വരാൻ പോകുന്നത്. ചെയ്യേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങളല്ല. അപ്പോൾ അതാണ് ആ ഒരു പോയിന്റ് പറയുന്നത്. പിന്നെ ലാക്ക് ഓഫ് എംപ്ലോയി കമ്മിറ്റ്മെൻറ്റ്. ഇങ്ങനെ ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള രീതിയിലുള്ള പെരുമാറുമ്പോഴാണ് എംപ്ലോയീസിൻ്റെ കമ്മിറ്റ്മെൻറ്റ് നഷ്ടമാകുന്നത്. അപ്പോൾ അതും ഒരു ഒബ്സ്റ്റക്കിളായിട്ട് വരാം. പിന്നെ ഇംപ്രോപ്പർ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് കമ്മ്യൂണിക്കേഷൻ്റെ ആ ഒരു ഫ്ലോ, അല്ലെങ്കിൽ ഹയർ അതോറിറ്റിയിൽ നിന്ന് ലോവർ അതോറിറ്റിയിലെ ആൾക്കാരിലേക്ക് കമ്മ്യൂണിക്കേഷൻ, ഏതെങ്കിലും ഓർഡറോ അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജോ ഒക്കെ പോകുന്നതിനുള്ള ആ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ചാനലുണ്ട്. അതെല്ലാം കറക്റ്റ് അല്ല എങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരികയും കൺഫ്യൂഷനൊക്കെ ഉണ്ടാവുകയും അതൊരു ഒബ്സ്റ്റക്കിളായിട്ട് മാറുകയും ചെയ്യും. പിന്നെ ഇന്നിടയ്ക്ക് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് മാനേജ്, അതായത് ആഫ്റ്റർ ട്രെയിനിങ്ങിൻ്റെയും മറ്റു കാര്യങ്ങളും. പിന്നെ ലാക്ക് ഓഫ് പ്ലാനിങ് ഓഫ് ക്വാളിറ്റി, ലാക്ക് ഓഫ് ലീഡർഷിപ്പ് ഓഫ് ക്വാളിറ്റി, ഇതെല്ലാം സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒബ്സ്റ്റക്കിൾസ് ഇൻ അച്ചീവിങ് സക്സസ്ഫുൾ സ്ട്രാറ്റജിക് ക്വാളിറ്റി പ്ലാനിങ് എന്ന് പറയുന്ന സംഭവം. ഇനി അടുത്താണ് സപ്ലയർ സെലക്ഷൻ. ഇതൊരു സെപ്പറേറ്റ് ടോപ്പിക്കാണ്. എസ്ഐ ക്വസ്റ്റ്യൻ ആയിട്ട് അല്ലെങ്കിൽ 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല.
സപ്ലയർ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന റോ മെറ്റീരിയൽസ് ആ കമ്പനി തന്നെ ഉണ്ടാക്കണമെന്നില്ല, പുറത്തുള്ള സപ്ലൈയിൽ നിന്ന് പ്രൊക്യൂർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ പുറത്തുള്ള സപ്ലയർ എന്ന് പറഞ്ഞാൽ ഒരുപാട് സപ്ലയേഴ്സ് കാണും. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സപ്ലയറിനെ ഈ കമ്പനിയാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ബെസ്റ്റ് ആയിട്ടുള്ള സപ്ലയർ എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന്, അവർ പ്രൊവൈഡ് ചെയ്യുന്ന ക്വാളിറ്റി, റോ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി ഒരു ഫാക്ടറാണ്. പിന്നെ രണ്ടാമത് പ്രൊവൈഡ് ചെയ്യുന്ന റോ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്ന കോസ്റ്റ്, അതും ഒരു ഫാക്ടറാണ്. പിന്നെ അത് എത്ര ക്വാണ്ടിറ്റി അവർ ഓർഡർ കൊടുക്കുകയാണെങ്കിൽ എത്ര ദിവസത്തിനകം ക്വാളിറ്റിയുള്ള റോ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ അവരുടെ റെപ്യൂട്ടേഷൻ, അവർ ഇതേ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സ് ചെയ്യാൻ മറ്റേതൊക്കെ കമ്പനികൾക്ക് കൊടുക്കുന്നു. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ബേസ് ചെയ്താണ് ഒരു സപ്ലയറിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പം ആ സെലക്ഷൻ പ്രോസസ്സിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല, വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സ്റ്റെപ്സ് ടു സപ്ലയർ സെലക്ഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് എസ്സേ ക്വസ്റ്റനായിട്ട് വേണമെന്ന് ചോദിക്കാം. ഇതിൽ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്കോർ കാർഡ് പ്രിപ്പയർ ചെയ്യും. സ്കോർ കാർഡ് പ്രിപ്പയർ ചെയ്യുന്നത് ജസ്റ്റ് ഒരു ഫോർമാറ്റ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കും. അതിൽ ഓരോ സപ്ലയറിനെ സ്കോർ എഴുതാനുള്ള ഇതും കാണും. അത് പല പല ഇതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും, പല പല ഫാക്ടേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും സ്കോർ ഇടുന്നത്. അതായത് അവർ തരുന്ന റോ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി എത്രത്തോളം കാണും, അതിൻ്റെ പ്രൈസ്, അതിനനുസരിച്ചുള്ള പ്രൈസ് എങ്ങനെയായിരിക്കും, എത്ര ഓർഡർ കൊടുത്ത് എത്ര ദിവസം കൊണ്ട് അവർക്ക് തരാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം ഓരോ വെയിറ്റേജാണ്. മറ്റുള്ള ഏതൊക്കെ കമ്പനീസിന് അവർ ഇത് കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ മറ്റുള്ള നല്ല നല്ല കമ്പനീസിന് റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന സ്ഥാപനമാണെങ്കിൽ അതിനകത്ത് അത് നല്ല സ്ഥാപനമാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ അതിന് കൂടുതൽ വെയിറ്റേജ് കൊടുക്കാം. അപ്പോൾ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾക്കനുസരിച്ച് ഒരു സ്കോർ കാർഡ് പ്രിപ്പയർ ചെയ്യുക, ഓരോ വെയിറ്റേജൊക്കെ റെഡിയാക്കിയിട്ട്. എന്നിട്ടാണ് അടുത്ത സ്റ്റെപ്പാണ് ഐഡൻറ്റിഫൈ സൂട്ടബിൾ സപ്ലൈസ്. അപ്പോൾ ഒരു 5-6 സപ്ലൈസ് കാണും, അതിൽ നിന്ന് ഏതെങ്കിലും ഒരാളാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓരോ സപ്ലൈസിൻ്റെയും സ്കോർ കാർഡ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. അതിനനുസരിച്ച് റാങ്ക് ചെയ്യും. ഓരോന്നിനെ വെയിറ്റേജ് അനുസരിച്ച് പോയിന്റ്സ് കൊടുക്കുക, അതെല്ലാം നമ്മൾ ടോട്ടൽ എടുത്ത് റാങ്ക് ചെയ്യുക. എന്നിട്ട് റാങ്കിങ്ങിന് ഏറ്റവും ആദ്യം വരുന്ന സപ്ലൈയുടെ ഇത് നോക്കാം. എന്നിട്ട് ആ സപ്ലയറായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുക. നമുക്ക് റോ മെറ്റീരിയൽസ് എത്രത്തോളം ക്വാണ്ടിറ്റിയിലാണ് വേണ്ടത് എന്നതിനെപ്പറ്റി, എത്ര നാളത്തേക്കാണ് ഇത് വേണ്ടത്, ഓരോ മാസം എത്ര ക്വാണ്ടിറ്റിയുടെ ഓർഡർ തരാൻ പറ്റും, അതിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര കോസ്റ്റിൽ നമുക്ക് റോ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റിയുള്ള നെഗോസിയേഷനും മറ്റ് കാര്യങ്ങളും എല്ലാം, അതിൻ്റെ ബാർഗെയിനിങ് എന്നൊക്കെ പറയാമല്ലോ. അപ്പോൾ അത് നോക്കുക. അത് കഴിഞ്ഞിട്ട് ഓക്കെ ആണെങ്കിൽ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് പല പല സ്റ്റെപ്പ് എന്ന് പറയുന്നത്. വെറും കേസാണ്, നിങ്ങൾക്ക് തന്നെ അടിച്ച് കയറ്റാന്നുള്ളതേ ഉള്ളൂ. പിന്നെ വന്നാൽ ക്രൈറ്റീരിയ ഫോർ സെലക്ടിങ് സപ്ലൈറിനെ സെലക്ട് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് ക്രൈറ്റീരിയ എന്തൊക്കെയാണോ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഇതിപ്പം പ്രൈസ് എങ്ങനെ നോക്കണം, വാല്യൂ ഫോർ മണി ആണോ നോക്കണം. സപ്ലൈറിൻ്റെ റോ മെറ്റീരിയൽസിൻ്റെ വലിയ റേറ്റ് കൊടുത്ത് കൂടുതൽ കാശ് കൊടുത്ത് റോ മെറ്റീരിയൽസ് വർക്ക് ചെയ്യാൻ ഒക്കത്തില്ല. ഒരു പറയുന്ന ക്വാളിറ്റി അനുസരിച്ചുള്ള അതിന് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു റേറ്റ് ആയിരിക്കണം അവർ ചാർജ് ചെയ്യേണ്ടത്. പിന്നെ ആവശ്യത്തിന് ക്വാളിറ്റി ഉണ്ടായിരിക്കണം, ആവശ്യത്തിന് ലേബിൾ ആയിരിക്കും. ലേബിൾ ആകുമെന്ന് പറഞ്ഞാൽ കൂടുതൽ കാലം അവർ തന്നെ റോ മെറ്റീരിയൽസ് വച്ചിട്ടുള്ള അല്ലെങ്കിൽ സ്പെയർ പാർട്സ് ഉപയോഗിച്ച് നമ്മൾ വർക്ക് ചെയ്യാൻ പറ്റണം. നമുക്ക് ബ്രേക്ക് ഡൗൺ ഒന്നും ഉണ്ടാകാതെ, ഫെയിലിയർ ഒന്നും ഉണ്ടാകാതെ കൂടുതൽ കാലം അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ റെസ്പോൺസിബിലിറ്റി, ഓർഡർ കൊടുത്താൽ എത്ര നേരത്തെ അത് സപ്ലൈറിന് അത് സാധനം എത്തിക്കാൻ സാധിക്കും, അതൊക്കെയാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഫ്ലെക്സിബിലിറ്റി, ഇപ്പോൾ ഒരു ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ആ ഓർഡർ ചേഞ്ച് ചെയ്ത് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാനുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കണം. മാത്രമല്ല റോ മെറ്റീരിയൽസിൻ്റെ എന്തെങ്കിലും ഡിസൈനൊക്കെ കൊടുത്തിട്ട് സാധനം ഉണ്ടാക്കി എടുക്കുന്നതാണ് എങ്കിൽ അതിനനുസരിച്ചുള്ള ഡിസൈൻ ചേഞ്ചസ് ഒക്കെ പോസിബിൾ ആണോ എന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ സപ്ലൈറിനെ ചൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ക്രൈറ്റീരിയ ഫോർ സെലക്ടിങ് എ സപ്ലൈർ എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് എല്ലാം ഈ പോയിന്റ്സ് മാത്രമാണ് സത്യം പറഞ്ഞ് പഠിച്ചുകൊണ്ട് പോകേണ്ടത്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് അത് ഗ്യാസ് എഴുതി നിറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.